ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. ശാസ്ത്രജ്ഞന്മാരായ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡോവറെറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. ക്വാണ്ടം മെക്കാനിക്സിലെ കണ്ടെത്തലിനാണ് പുരസ്കാരം. വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നൊബേൽ സമ്മാനങ്ങൾക്ക് തുടക്കമിട്ടത്. ശാസ്ത്രജ്ഞന്മാരായ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറെറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് പുരസ്കാരം. ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ ക്വാണ്ടൈസേഷൻ, മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗുമാണ് ഇവർ കണ്ടുപിടിച്ചത്. അതിസൂക്ഷ്മ ലോകത്തെ ശാസ്ത്ര നിയമങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സ് വിശദീകരിക്കുന്നത്. മൂവരും കാലിഫോർണിയ സർവകലാശാലയുടെ ഭാഗമായിരുന്നപ്പോൾ നടത്തിയ ഗവേഷണത്തിനാണ് അംഗീകാരം. കയ്യിലൊതുങ്ങാവുന്നത്ര വലിപ്പമുള്ള ഒരു വൈദ്യുതി സർക്യൂട്ടിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ക്വാണ്ടൈസ്ഡ് ഊർജ്ജ നിലകളും സാധ്യമെന്ന് തെളിയിക്കാൻ ജോൺ ക്ലാർക്കിനും സംഘത്തിനുമായി. മെഷീൻ ലേണിംഗിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ സൃഷ്ടിക്കാൻ സഹായിച്ചതിനാണ് കഴിഞ്ഞ വർഷം ജോൺ ഹോപ്ഫീൽഡ്, ജിയോഫ്രി ഹിൻഡർ എന്നിവർക്ക് ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചത്. അതേസമയം അടുത്ത ദിവസം രസതന്ത്ര നൊബേലും തുടർന്ന് വ്യാഴാഴ്ച സാഹിത്യ നൊബേൽ, വെള്ളിയാഴ്ച സമാധാന നൊബേൽ സമ്മാനവും പ്രഖ്യാപിക്കും. ഒക്ടോബർ 13 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സ്മാരക സമ്മാനത്തോടെ നൊബേൽ വാരത്തിന് തിരശ്ശീല വീഴും. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.